ഫ്രണ്ട്സ്, ബൈറ്റ്സ് ആൻഡ് സൈറ്റ്സ് വിത്ത് ലിൻഡ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല അതിന്. അപ്പം ഇന്നെങ്കിൽ ഞങ്ങൾ ഒരു ഫാം സ്റ്റേക്ക് പോവുകയാണ്. കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗെറ്റ് ടുഗദറായിട്ട് ഒരു ഫാം സ്റ്റേക്ക് പോവുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല മഴയാണ്, ക്ലൈമറ്റ് തീരെ ശരിയല്ല. എന്നാലും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങളൊരു 3 ഡേയ്സിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഓർത്തു ഓക്കെ, ഇന്ന് മുതൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം, ഇതാവട്ടെ ഒരു തുടക്കമെന്നൊക്കെ ഓർത്തു. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കാണെങ്കിൽ നല്ല ചമ്മല, മീൻസ് ഇതിന് വീഡിയോസിലൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയൊക്കെ. അപ്പം പിന്നെ ഓർത്തു എന്തെങ്കിലും തുടങ്ങിയാലല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഓർത്തു. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇടാമെന്ന് ആലോചിക്കുന്നു, നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അതിൻ്റെ പുറകെ എടുക്കാം. ഓക്കെ. ന്യൂകാസിലെ ഡറൻഡറൻ എന്ന സ്ഥലത്താണ് നമ്മൾ എയർബിഎൻബി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് 2.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ 2 സൈഡിലും മരങ്ങളും പുൽപ്പുറങ്ങളും, അതിനുള്ളിൽ കുറേയധികം ഷീപ്സ്, ഹോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴയായതിനാൽ പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന എയർബിഎൻബി എത്തി കേട്ടോ. ഇതൊരു 114 ഹെക്ടറിനുള്ളിൽ ഉള്ളൊരു വലിയൊരു വീടാണ്. ഞങ്ങൾക്ക് മുന്നേ വേറൊരു ഫാമിലി ഇവിടെ എത്തിയിരുന്നു. ഇനി ഒരു 4 ഫാമിലി കൂടി വരാനുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഹോം ടൂർ കണ്ടാലോ. ഇതൊരു 8 ബെഡ്റൂം ഉള്ളൊരു വീടാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആയിരുന്നു. അതുപോലെ 4 ബാത്റൂം വേറെ ഉണ്ടായിരുന്നു. എല്ലാ റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് അവർ അറേഞ്ച് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയൊരു ഡൈനിങ് ഏരിയ, അതുപോലെ ലോഞ്ച് ഏരിയ രണ്ടും തന്നെ ഫയർ പിറ്റ് കൂടിയിട്ടുള്ളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വിൻഡോസിലൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല മനോഹരമായ പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ കിച്ചനോട് ചേർന്ന് ഒരു ലോണ്ട്രി ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി വലിയൊരു റൂമുണ്ടായിരുന്നു. അവിടെ ടിവിയും കുട്ടികൾക്ക് വേണ്ടി ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മഴയായതിനാൽ പുറത്തേക്ക് ആരും അധികം ഇറങ്ങിയിട്ടില്ല. എന്ന് വെച്ച് മഴയാണെന്ന് വെച്ച് വീടിനുള്ളിൽ തന്നെ ഒതുങ്ങി കൂടേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. പുറത്തും എല്ലാവർക്കും ഇരിക്കാനും പ്ലേ ചെയ്യാനും ഒക്കെ ആയിട്ട് വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു. മഴയുടെ ഭംഗി ആസ്വദിച്ച് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഏരിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹീറ്റഡ് പൂൾ ആയിരുന്നു മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം വന്നവരെല്ലാവരും കൂടി ഡിന്നർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ഡിന്നർ എന്ന് വെച്ചാൽ ബാർബിക്യൂ ആൻഡ് റോസ്റ്റഡ് വെജീസ് ആയിരുന്നേ. കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഉഷാറായിട്ട് വേഗം തന്നെ പണി തീർത്തു. ഇതിനിടയിൽ ചില പ്രത്യേക കലാപരിപാടികൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു.
ഫുഡെല്ലാം റെഡിയായി കഴിഞ്ഞപ്പം പുറത്തെ ടേബിളിലിരുന്ന് എല്ലാവരും കൂടി ആസ്വദിച്ച് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പിയായി കഴിഞ്ഞപ്പം ഇനി സ്വല്പം മ്യൂസിക് ആൻഡ് ഡാൻസ് ആയാലോ എന്ന് ആലോചിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ആസ്ഥാന ഗായകരും ഡാൻസേഴ്സും ഒക്കെ കളത്തിലിറങ്ങി. അങ്ങനെ ഇന്നത്തെ ഈ കലാപരിപാടികൾ അവസാനിച്ചപ്പം ശരിക്കും നല്ലൊരു സമയമായി കേട്ടോ. സ്വരമാണോ നീ ഏകാന്തയാമത്തിൻ വരമാണോ പൂജയ്ക്കു നീ വന്നാൽ പൂവാകാം ദാഹിച്ചു നീ നിന്നാൽ പുഴയാ രണ്ടാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇഡ്ഡലി ബാറ്റർ കൊണ്ടുവന്നായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ചിനുള്ള കറികൾ നമ്മൾ ഓരോ ഫാമിലീസും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു. അതിനാൽ തന്നെ ഇഡ്ഡലി സാമ്പാറും ചട്നിയും കൂട്ടി നന്നായിട്ട് അടിച്ചു. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ എല്ലാവരുടെയും ചിന്ത പൂളിൽ ഇറങ്ങുന്നതായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്യുന്നതിനാൽ വീടിൻ്റെ ഓണേഴ്സ് വന്നിട്ട് ഹീറ്റർ പൂളിൻ്റെ ടെമ്പറേച്ചർ സെറ്റപ്പ് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇതിലിറങ്ങാൻ എന്താ ആവേശം. ഈ തണുപ്പൊന്നും വക വയ്ക്കാതെ എല്ലാവരും തന്നെ പൂളിലിറങ്ങി. ഇതിലിറങ്ങി മിക്കവർക്ക് സ്വിമ്മിങ് അറിയാം കേട്ടോ. ഞാനും ചിനുവൊക്കെ ഒരു സൈഡിൽ നിന്ന് എൻജോയ് ചെയ്തു.
പിന്നെ നമ്മുടെ കൂടെ ചാടുന്ന ക്യാമറ ഉള്ളതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ മാറി മാറി എടുത്ത് അതിൻ്റെ മത്സരമായിരുന്നു. ശ്വാസം മുട്ടി ചാതിരുന്നത് ഭാഗ്യം. 2 മണിക്കൂർ അടുപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ പൂളിൽ സ്പെൻഡ് ചെയ്തു. തണുപ്പ് പുറത്ത് ഇറങ്ങാതിരുന്ന മടിച്ചെങ്കിലും പക്ഷെ ഇറങ്ങാതിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ. പൂളിലെ ആവേശം ഒരുവിധം കെട്ടടങ്ങിയപ്പം ലഞ്ച് കഴിച്ചാലോ എന്ന ആലോചനയായി. ചോറ് മാത്രമേ ഉണ്ടാക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. കറികൾ എല്ലാവരും തന്നെ കൊണ്ടുവന്നതിരുന്നാൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അടിപൊളി ഒരു ഊണ് കഴിച്ചു. പിന്നീട് അല്പനേരം ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും വകവയ്ക്കാതെ ചെറിയ കുടകളൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തൂടെ നടന്നു. ഈ വീടിനോട് ചേർന്ന് തന്നെ 2-3 പോണീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവർക്ക് കൊടുക്കാനുള്ള ഫീഡ്, അതായത് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ മേടിച്ച് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുങ്ങളെ ഞങ്ങളെല്ലാവരും കൂടെ ഫീഡ് ചെയ്ത് ഒരു പരുവാക്കി. പിന്നെ ഇതുങ്ങൾ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും. ഈ പെരുമഴയത്ത് ചെളികളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചധികം നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കുറച്ചപ്പുറത്ത് കുറച്ച് കോഴികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിച്ചു. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തെ ഔട്ട്ഡോറായിട്ട്. അത് കുറച്ച് നേരം കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പം വീടിനുള്ളിൽ തന്നെ കയറി. രാത്രിയിലത്തെ ഡിന്നർ എല്ലും കപ്പ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ തകൃതിയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി. ഇതിൻ്റെ ടേസ്റ്റ് കാരണം എല്ലാവരും ഇരുന്ന് കഴിച്ചു. ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കാരണം അതിൻ്റെ വീഡിയോസ് മിസ്സായിപ്പോയി. വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഒരു എൻ്റർടൈൻമെൻറ്റ് സോണായിട്ട്. അവിടെ സ്നൂക്കർ ടേബിൾ, ക്യാരംസ് ബോർഡ്, TV ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം വരുന്നവനും പോകുന്നവനും ഒക്കെ വെറുതെ ഇതൊക്കെ പരീക്ഷിച്ചിട്ട് പോകും. ഇതൊക്കെ മടുത്ത് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കാർഡ്സ് കളിച്ച് അങ്ങനെ ഈ ദിവസം അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. ഈ ഏരിയയിലൊക്കെ ഫ്ലഡ് അലേർട്ട് ആയിരുന്നു. അതായത് തുടർച്ചയായിട്ട് മഴ പെയ്തതിനാൽ അവിടെ റോഡ് സൈഡ് എല്ലാം തന്നെ വെള്ളം കയറി കാറൊന്നും പോകാൻ തക്ക വിധമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ Airbnb ഇതറിഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞു ഒരു ദിവസം കൂടി വേണമെങ്കിൽ നമുക്കവിടെ സ്റ്റേ ചെയ്യാം. പക്ഷേ എല്ലാ ഫാമിലീസിനും തന്നെ പലവിധ കാരണങ്ങളാൽ തിരിച്ചു പോയേ പതിയാകും. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. നമ്മൾ പോയി റോഡിൻ്റെ അവിടെ വരെ സ്ഥലമൊക്കെ നോക്കി തിരിച്ചു വന്നു. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് മനസ്സിലായതിനാൽ ഒരു സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കണ്ണടച്ച് തുറക്കും മുന്നേ പോയി. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും കൂടിയുള്ള ഗെറ്റ് ടുഗദർ സൂപ്പറായിരുന്നു. ഇനി ഇതുപോലെ സാധിക്കുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാം സ്റ്റേയുടെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതിനാൽ ഇതിൻ്റെ എഡിറ്റിങ്ങും അതേപോലെ വോയിസ് കൊടുത്തിരിക്കുന്നതൊന്നും തീരെ ശരിയല്ല. എല്ലാവരും ക്ഷമിക്കണം. അപ്പം ഇനിയും കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറച്ചധികം ലെങ്തി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കാം. കാരണം ഈ ഒരു ട്രിപ്പിൻ്റെ തന്നെ മിക്ക മെമ്മറീസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പിന്നീട് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി അധികം അങ്ങനെ ഷോർട്ട് ആക്കിയിട്ടില്ല, എന്നാലും മാക്സിമം ഷോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.